ഡോക്ടർ. പണ്ഡിറ്റ് അല്ലേ? എന്താണ്? ഒന്നുമില്ല. അല്ല, എന്താ അസുഖം? വിഷമം. എന്താ ബുദ്ധിമുട്ട് പറയൂ. ഒന്നിനൊരു സന്തോഷമില്ല ഡോക്ടറെ. സന്തോഷമില്ല? ഫുള്ള് ഡാർക്ക് സീനാണ്. ഒരു ഉഷാറില്ല. വേറെ പനി, തലവേദന, വയറുവേദന അങ്ങനെ ഒന്നുമില്ല? സന്തോഷമില്ല അല്ലേ? ആ, എന്തെങ്കിലും പെട്ടെന്ന് വല്ല ആക്സിഡൻ്റ്, മരണോ എന്തെങ്കിലും വീട്ടിൽ സംഭവിച്ചാ? ഇല്ല. എങ്ങോട്ട് നോക്കിയാലും ഫുള്ള് ഡാർക്ക്. ഒന്നിനും ഒരു ചില്ല് വൈബ് കിട്ടുന്നില്ല. ഉഷാറല്ല. പ്രേമം വല്ലതും ഉണ്ടായിരുന്നു മുമ്പ്? ആണോ? കുറേ നാൾ മുമ്പ്. അവരാരെങ്കിലും പണ്ടിനെ തേച്ചാ? ഇല്ല, ഞാനവരെ തേച്ചേ. അതിനുശേഷം അവർ കുടിക്കാൻ എന്തെങ്കിലും തന്നത് വല്ലതും മേടിച്ച് കുടിച്ചോ? ഇല്ല, അങ്ങനൊന്നും ഞാൻ കുടിക്കാറേ ഇല്ല. അതേ പണ്ടിറ്റായി, ഇത് നമുക്ക് ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ അലസമായ ജീവിതം, ഒരു കൃത്യനിഷ്ഠയില്ലായ്മ, അതൊക്കെ ഒന്ന് കൃത്യമാക്കിയാൽ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് വരും. രാവിലെ എഴുന്നേക്കുക, എന്തെങ്കിലും എക്സർസൈസ് ചെയ്യുക, ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക, ഇഷ്ടമുള്ള സിനിമ കാണാം. ഒന്ന് എന്ത് ചെയ്തിട്ട് ഒരു സന്തോഷമില്ല. ഇതൊന്ന് നോക്കിയേ. ഇങ്ങനെ അതെ, ഇത് വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷെ അതിൻ്റെ ഡോക്ടർ ഞാനല്ല, നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം പണ്ടിട്ട് ഉടനെ. ഹാപ്പി ആകും, പേടിക്കണ്ട കേട്ടാ. കൂട്ടുകാർക്കൊക്കെ നല്ല സന്തോഷം ഉണ്ടെന്നേ. അത് ശരി. ഞാനേ ഈ ഗുളിക കഴിച്ചാൽ നല്ല സന്തോഷം കിട്ടുമെന്ന് അവർ പറഞ്ഞു. ഇത് എവിടുന്നാണിത്? ഇത് ഫ്രണ്ട്സിൻ്റെ. ഇത് കഴിച്ചാൽ ഫുൾ ഓണാണ്. എണീറ്റേ ഡോക്ടർ, അത് എണീക്കടാ, വിട്ടോ, എണീക്ക്. ഡോക്ടർ, അത് പോയടാ, പോ. പൈസ ഞാൻ പോലീസിനെ വിളിക്കണ, നീ പോവോ? അല്ല ഡോക്ടർ ഇത്ര ക്രൂരനാവരുത്, പേഷ്യൻ്റ് അല്ലേ. പോയടാ. ഹാപ്പിയാകാൻ വന്നേക്കണവൻ. തായ്ക്കുമ്മൽ ബാപ്പൂട്ടി അല്ലേ? എന്താ പറ്റിയേ? എന്തോ ഒന്ന് കുത്തി, പറഞ്ഞല്ലോ, തേനീച്ച എന്തോ ഒന്ന് കുത്തി. ഇവിടെ വന്നിരുന്നു. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ നീക്കാൻ പറ്റും. ഒന്ന് നോക്കട്ടെ. വേദന ഉണ്ടല്ലേ? ഇവിടെയൊക്കെ വേദന. നോക്കട്ടെ, ഇങ്ങടെ അടുത്ത്. ഒന്നിക്കില്ല, അത് നന്നാക്കാൻ എവിടെയും കൊടുക്കി, എന്നിട്ട് എന്നെ പരിശോധിക്കാം. നല്ലതായിരുന്നു നോക്കാം നമുക്ക്. വീഡിയോ എടുക്കുക. ഇങ്ങോട്ട് തിരി. ഇങ്ങോട്ട് ഇരിക്കി. വെറുതെ അല്ല കടന്നൽ ഓടിച്ചിട്ട് കുത്തിയത്. ഞാൻ നോക്കട്ടെ. താഴ്ത്ത്. അവിടെ ഇരുന്നു. അതേ, കുത്ത് ശരിക്കും ഏറ്റിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഡ്രസ് ചെയ്തിട്ടെ. ഇതാരാ? ഇത് മോളാ. അതേ, പാപ്പാടെ കവിളത്ത് ശരിക്കും കുത്തേറ്റിട്ടുണ്ട്. അപ്പൊ നമുക്കത് എന്താ കുത്തിയെന്ന് തിരിച്ചറിയണമെങ്കിലേ അതിൽ കൊമ്പിരിപ്പുണ്ടോന്നൊന്ന് പരിശോധിക്കണം. അപ്പൊ ഒന്ന് ഡ്രസ് ചെയ്യണം. ഒരു പോയിസന്റെ ഇഞ്ചക്ഷൻ എഴുതണുണ്ട്, അത് ഇവിടെ തരും. ഒരാഴ്ചത്തെ ഒരു ഗുളിക എഴുതണ്ട, അത് കൃത്യമായിട്ട് കഴിച്ചാൽ നീര് പറ്റും കേട്ടാ.
എണ്ണിട്ട് മഞ്ഞൾ തേച്ചാൽ കൊണ്ട് മാറിക്കുള്ളൂ. ഈ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറ, പൈസ ഇട്ടണ്ടേ? ടിക്കറ്റ് ഡോക്ടറല്ലേ തരേണ്ടത്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. പിന്നെ ആമ്പിൾ കാര്യമായിട്ട് വന്നെന്തിനാ? സർട്ടിഫിക്കറ്റ് കിട്ടാനില്ലേ? സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടറല്ലേ അത് തീരുമാനിക്കണേ. എന്താണ്? അല്ല വാപ്പ പറയുന്നേ സർട്ടിഫിക്കറ്റ് മതി, ഇഞ്ചക്ഷൻ വേണ്ടാന്ന്. വേണ്ട. എന്ത് സർട്ടിഫിക്കറ്റ്? അത് ഈ കടന്നല് കുത്തി എന്നുള്ള സർട്ടിഫിക്കറ്റ് വനം വന്യജീവി വകുപ്പ് 1,00,000 റുപ്യ കിട്ടുമല്ലോ. ഇപ്പൊ എന്താണ് കുത്തിയേക്കണേന്ന് നമുക്ക് അറിയില്ലല്ലോ. നമുക്ക് അതിന്റെ കൊമ്പതിൽ ഇരിപ്പുണ്ടോന്ന് പരിശോധിക്കണം. പിന്നെ ഈ തലയുടെ ഭാഗത്തും കവിളിലൊക്കെ കുത്ത് കിട്ടിയ പോയിസൺ മുകളിലോട്ട് കയറാൻ സാധ്യതയുണ്ട്. അത് ഗൗരവമാണ്. അപ്പൊ ആദ്യം മരുന്ന് മേടിച്ച് കഴിക്കും കേട്ടാ. അപ്പൊ ഞാൻ നാളെ വരാം അല്ലേ? നാളെ വരണ്ട. ഈ നീരൊന്ന് വറ്റിയിട്ട് നമുക്ക് ബ്ലഡ് എടുത്ത് കൾച്ചർ ചെയ്യേണ്ടി വരും. എന്നാലാണ് എന്താ കുത്തിയത്, എന്താ പോയിസൺ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് നമുക്ക് എഴുതാൻ ഒക്കുള്ളൂ. ഇപ്പൊ കണ്ടപ്പോ തന്നെ നമുക്ക് കടന്നല് കുത്തി തേനീച്ച കുത്തി എന്ന് എഴുതി തരാൻ എനിക്ക് കഴിയില്ല. എന്നിട്ട് ആദ്യം മാറട്ടെ കേട്ടാ. ഞങ്ങൾ ഇത് അവിടെ കൊടുക്കാം. ഞങ്ങൾ അപ്പോഴേക്ക് ആ പൈസയുടെ കാര്യം റെഡിയാക്കി. എന്റെ ഇക്ക ആള് മരിച്ചു പോയിട്ട് പിന്നെ പൈസ കിട്ടിയിട്ട് എന്താ കാര്യം? 5-10 ലക്ഷം രൂപ കിട്ടിയാൽ തിന്നാൻ ആള് വേണ്ടേ? ആദ്യം ഇതൊന്ന് മാറട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അർഹതപ്പെട്ടാണ് നമുക്ക് കിട്ടും കേട്ടാ. അല്ല പോകാൻ പിന്നെ നോക്കും. നാട്ടിലൊക്കെ മൂപ്പന്മാരെ മാറിയിട്ടുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, വെറുതെ പെൺമക്ക സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പോരെ. വെറുതെ ഇത് മിണ്ടാണ്ട് കയ്യിൻ്റെ ആവശ്യം എന്താ? പോ ഇതൊക്കെ ചെയ്താലേ സർട്ടിഫിക്കറ്റ് തരൂ. എന്തൊക്കെയാണ് കാട്ടി കൂട്ടാൻ പോയിട്ട് പഠിച്ചോന്നറിയാം. എന്താ കാട്ടുന്നത്? ബാപ്പുട്ടി, ബാപ്പുട്ടി, ഇത് തേനീച്ച കുത്തിയ അത് മഞ്ഞളോ കൊമ്പുണ്ട്, കൊമ്പ് കൊമ്പുണ്ടല്ലോ, ഇൻഫെക്ഷൻ വരും പറയണത്. ചെവളെ വലിച്ചു കയറി നോക്കാം. എന്റെ സ്വഭാവം മാറില്ല ഏട്ടല്ലേ. എല്ലാ സ്വഭാവം അവിടെ ബാക്കിയത് ഞാൻ ഉണ്ടായിക്കാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുത്താലേ അത് വരുള്ളൂ. ഇത് കൊമ്പുണ്ടെ കൊമ്പ് ഇങ്ങനെ വെളിയിൽ കാണും. ഇങ്ങനെ 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 ഉണ്ടല്ലോ, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കണം. കണ്ടു പഠിക്കണം. നിങ്ങളിത് വേണം വെക്കാ കഴിഞ്ഞ്. ഇപ്പം തീർന്നത് കഴിഞ്ഞ് നിങ്ങൾ ഹാൻഡ്സ് വെച്ചിരിക്കണ? ഹാൻഡ്സ് അല്ല, അത് കടന്നല് കൊത്തിട്ട് വീങ്ങി കിടക്കാണ്. ഇവിടെ വീങ്ങിയിരിക്കണത് ഇത് ഇങ്ങനെ പിതുക്കി നോക്കണം. ഇതിന്റെ ആവശ്യം ഇതിന്റെ ഞെക്കി നോക്കാൻ ചക്ക വാങ്ങിയിട്ടത് കൊമ്പൊന്നുമില്ല കേട്ടോ. നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കണം. ഇഞ്ചക്ഷൻ വേണ്ട, ചന്തിയിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ഓ എന്തൊക്കെയാണ് ഞാൻ എന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ, ഇത് വരണ്ട. നമ്മളാ സർട്ടിഫിക്കറ്റിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ കിടക്കി ഇഞ്ചക്ഷയ്ക്ക് പേടിയാണോ? ചന്തി കാണിക്കും. നിങ്ങൾ ചന്തിയിൽ ഇഞ്ചക്ഷൻ എടുക്കണം. കുത്തി വെക്കണം. അവിടെ കാലം ഇങ്ങോട്ട് വെക്ക്. ചന്തി കാണിക്കും. ചന്തിയിൽ കുത്തി വെക്കണം. 1,00,000 ഉറുപ്പ്യ കിട്ടാൻ ചന്തിയും കാണിച്ചിരുന്ന കാലം കിടന്നേക്ക്. ഇതിനെക്കാട്ട് നല്ലത് പാമ്പ് കടിക്കേ. ഇതിന്റെ സൂചി ഉറപ്പാടാ. നേരെ